മോദിയുടെ റെക്കോർഡിനുണ്ട് ഒരു മറുവശം. പുതിയൊരു റെക്കോർഡാണ് വാർത്ത. അല്ല, മെസ്സിയുടെ ഫുട്ബോൾ റെക്കോർഡല്ല, അതൊക്കെ ചെറുത്. ഇത് നരേന്ദ്രമോദിയുടെ ഭരണ റെക്കോർഡാണ്. മോദി മൂന്നാമൂഴമടക്കം 12 വർഷം പ്രധാനമന്ത്രി സ്ഥാനത്ത് തികച്ചു. മന്ത്രിസഭയും ഭരണസഖ്യവും മോദിയെ അഭിനന്ദിച്ചു. NDA മുഖ്യമന്ത്രിമാരും BJP നേതാക്കളും ആഘോഷത്തിൽ പങ്കെടുത്തു. ഭരണപക്ഷം തന്നെ അതൊരു രാഷ്ട്രീയ നേട്ടമായ കണ്ടുള്ളൂ എന്നർത്ഥം. പ്രതിപക്ഷം സ്വാഭാവികമായും വിട്ടുനിന്നു, വിമർശിച്ചു. എന്തെങ്കിലും ഭരണ നേട്ടമല്ല ഇവിടെ വിഷയം, മറിച്ച് അധികാരത്തിൽ 4399 ദിവസം തികച്ചു എന്നതാണ്. ഇതിലെന്ത് കാര്യമെന്ന് ചോദിച്ചാൽ, കസേരയിൽ തുടർച്ചയായി ഇരുന്നു കൊണ്ട് നെഹ്റുവിനെ പിന്നിലാക്കി എന്നതാണ് ഉത്തരം. ഒരു വ്യക്തിയുടെ നേട്ടം രാജ്യത്തിൻ്റെ നേട്ടമല്ല. അധികാരത്തിൽ പിടിച്ചു നിൽക്കുക എന്നത് ഒരു മത്സര ഇനമായി എടുത്താൽ മോദി ഒന്നാം സ്ഥാനത്ത്. ഇത് തന്നെ TNC രൂപത്തിലാണ്, ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ചില നിബന്ധനകൾക്ക് വിധേയമാണ് നേട്ടം. ന്യൂസ് ലോണ്ടറിയിൽ മനീഷ പാണ്ഡെ അതാണ് പറയുന്നത്. നെഹ്റു 1947 മുതൽ 64 വരെ പ്രധാനമന്ത്രി ആയിരുന്നു, 6000-ലധികം ദിവസങ്ങൾ. പക്ഷേ 1952 ആദ്യ തെരഞ്ഞെടുപ്പ് മുതലുള്ള കണക്കേ BJP എടുക്കുന്നുള്ളൂ. The best part in all of this is that Nehru actually completed 6,000 plus days in office from 15th August 1947 to 27th May 1964. So that's technically more than Modi ji, but BJP has decided to count his tenure from India's first general election in 1952. പിന്നെ വരുന്നു ഇന്ദിരാഗാന്ധി. അവരും മോദിയേക്കാൾ കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്നിട്ടുണ്ട്, തുടർച്ചയായിട്ടല്ല എന്ന് മാത്രം. She's also served 5,000 plus days from January 1966 to March 1977, and then from January 1980 to October 1984 when she was assassinated. Because she lost power in 1977 and returned in 1980, so her tenure was interrupted. അതായത് മോദി നെഹ്റുവിന് മുന്നിൽ എത്തണമെങ്കിൽ ആദ്യ തെരഞ്ഞെടുപ്പ് വരെയുള്ള നെഹ്റു ഭരണം കണക്കിൽ നിന്ന് ഒഴിവാക്കണം. ഇന്ദിരയും മോദിക്ക് മുന്നിലാണ്, പക്ഷേ തുടർച്ചയായിട്ടല്ല. അതുകൊണ്ട് മോദി ഒന്നാം സ്ഥാനത്ത് എത്തുന്നത് നിബന്ധനകളോടെയാണ്. എന്നാലും ആഘോഷിക്കാൻ അത് മതി. ഭരണപക്ഷക്കാർക്ക് മാത്രമല്ല, ഭരണപക്ഷ മാധ്യമങ്ങൾക്കും, പ്രത്യേകിച്ച് ഹിന്ദി മേഖലയിലെ TV ചാനലുകൾക്ക്. It's important for us to remember every day how much we have changed for the better during the period of Prime Minister Modi's prime ministership. 12 years later, if he continues to be the most popular state leader of a country across the world, then that is a figure that needs to sink in. आमतौर पर लंबे वक्त तक सरकार में रहने के बाद एंटी इनकम्बेंसी होती है. ഭരണത്തിലിരിക്കുന്ന ദിവസങ്ങളുടെ എണ്ണം ആഘോഷിക്കുന്ന ഈ മാധ്യമങ്ങൾ അത്രയും ദിവസം പ്രധാനമന്ത്രി എങ്ങനെ ഭരിച്ചു എന്നും പരിശോധിച്ചു. ജൻധൻ യോജന, ഹൈവേ വികസനം തുടങ്ങി പലതും. സർക്കാർ വക പ്രചാരണ പരസ്യങ്ങളുമുണ്ട്. Indian taxpayers ka paisa put to very good use, congratulating your own self. Wah Modi ji wah, truly kya scene hai. 12 साल विश्वास के, विकास के, जन कल्याण के. BJPക്ക് ഇതും ആഘോഷം. അതേസമയം പ്രതിപക്ഷം മോദിയുടെ കുറെ വാഗ്ദാനങ്ങൾ പാഴ്വാക്കായത് ചൂണ്ടിക്കാട്ടി. ബിസിനസ് ടുഡേ റിപ്പോർട്ടിൽ നിന്ന് അല്പം. The day had started with BJP leaders across the country offering prayers. The opposition called the celebrations a PR exercise and posted messages listing what they called promises broken by the Prime Minister. ദൂരദർശനിൽ മോദിയുടെ നേട്ടങ്ങളായി എടുത്തു പറഞ്ഞ 3 കാര്യങ്ങൾ: ആഭ്യന്തര രംഗവും ജനക്ഷേമവും, വിദേശങ്ങളിലെ പ്രതിച്ഛായ, സാമ്പത്തിക രംഗം. ഇത് 3ഉം മോദിക്കെതിരായ വിമർശനങ്ങളുടെയും പ്രധാന വിഷയങ്ങളാണ്. പൊതുജനക്ഷേമം. ഇന്ത്യക്കും ഇന്ത്യക്കാർക്കും മോദി ചെയ്ത സേവനങ്ങൾ എന്തൊക്കെ? പ്രചാരണങ്ങൾക്കും പരസ്യങ്ങൾക്കും അപ്പുറം ഇന്ത്യക്കാരുടെ നേരനുഭവം എന്ത്? അടിസ്ഥാന സൗകര്യ വികസനം എത്രത്തോളം? വിദേശ ബന്ധങ്ങളും നിക്ഷേപവുമെല്ലാം ജനജീവിതത്തെ എങ്ങനെ, എത്രത്തോളം മാറ്റി? വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ ഖ്യാതി വളർന്നു എന്ന അവകാശവാദം ശരിയാണോ? മോദി ഭരണത്തിലെ നാഴികക്കല്ല് രാജ്യത്തിൻ്റെ യഥാർത്ഥ സ്ഥിതി പരിശോധിക്കുവാനുള്ള സന്ദർഭമാക്കാമായിരുന്നു. പക്ഷെ കൂടുതലും മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടത്
സ്തുതിഗീതങ്ങളും പ്രചാരണവും മാത്രമായി. പലപ്പോഴായി വന്ന വാർത്തകൾ വെച്ച് 3 പ്രധാന മേഖലകളെ പരിശോധിച്ചു നോക്കാം. ആഭ്യന്തര രംഗവും ജനക്ഷേമവും, വിദേശങ്ങളിലെ പ്രതിച്ഛായ, സാമ്പത്തിക രംഗം എന്നിവ. ആഭ്യന്തര രംഗത്ത് ഇന്ത്യക്കാരുടെ അനുഭവം മാധ്യമ പ്രചാരണങ്ങളിൽ നിന്ന് ഭിന്നമാണ്. സർക്കാർ ഏജൻസികളെ ED, CBI, IT തുടങ്ങിയവയെ രാഷ്ട്രീയത്തിന് ഉപയോഗിക്കുന്ന രീതി സ്ഥാപനവൽക്കരിച്ചത് മോദിയുടെ കാലത്താണ്. ന്യൂസ് ക്ലിക്ക് കേസിൽ വിധി പറഞ്ഞ ഡൽഹി ഹൈക്കോടതി EDയെ വിമർശിച്ചത് കഴിഞ്ഞയാഴ്ചയാണല്ലോ. BJPയുടെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ എടുത്ത അനേകം കേസുകൾ കോടതിയിൽ പൊളിഞ്ഞു. എതിരാളികളെ ഭീഷണിപ്പെടുത്തി കൂറുമാറ്റിക്കാൻ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന ശ്രമങ്ങൾ രാജ്യം കണ്ടു. മറ്റ് കക്ഷിക്കാർക്കെതിരെ കേസെടുക്കുകയും അവർ BJPയിൽ ചേരുന്നതോടെ കേസ് ഒഴിവാക്കുകയും ചെയ്യുന്ന വാഷിംഗ് മെഷീൻ രാഷ്ട്രീയം സർക്കാർ ഏജൻസികളെ പാർട്ടി ചട്ടുകങ്ങളാക്കി. ഏജൻസികളെ മാത്രമല്ല, മാധ്യമങ്ങളെയും ഭരണപക്ഷം കീഴ്പ്പെടുത്തുന്നു. ഒന്നുകിൽ മാധ്യമങ്ങളെ സർക്കാരിൻ്റെ സ്വന്തക്കാർ വാങ്ങും, അല്ലെങ്കിൽ ഏജൻസികളെ വിട്ടും കേസെടുത്തും വേട്ടയാടും. പാർട്ടിക്ക് പണം ഉണ്ടാക്കാനും ഏജൻസികളെ ഉപയോഗിക്കുന്നതായി ന്യൂസ് ലോണ്ടറിയും ന്യൂസ് മിനിറ്റും 2 വർഷം മുൻപ് നടത്തിയ സംയുക്ത അന്വേഷണത്തിൽ സൂചന കിട്ടി. ED, ഇൻകം ടാക്സ് തുടങ്ങിയ ഏജൻസികൾ ഉന്നം വെച്ച 30 കമ്പനികൾ BJPക്ക് 335 കോടി രൂപ സംഭാവന നൽകിയത്രേ. In fact, last week, News Laundry and News Minute did a 3-part expose that finds a pattern between action by central government agencies and donations to the BJP. Mota, we found that 30 companies gave 335 crore rupees to BJP following a raid by agencies like ED and IT. കമ്പനികൾക്ക് ഏജൻസികൾ നോട്ടീസ് കൊടുക്കുന്നു, ചിലപ്പോൾ മേധാവികളെ അറസ്റ്റ് ചെയ്യുന്നു, അവരെ പിന്നെ വിട്ടയക്കുന്നു. വൈകാതെ കമ്പനികൾ BJPക്ക് സംഭാവന നൽകുന്നു. പല കമ്പനികളുടെ കാര്യത്തിലും ഇങ്ങനെ നടന്നതായി അന്വേഷണത്തിൽ കണ്ടു. In July 2020, GST intelligence officers arrested the Arora brothers and accused them of tax evasion to the tune of 8 crore rupees. These guys were granted bail in August. And guess what? 10 days after their release, Som Distilleries donated rupees 1 crore to the BJP. ഇത്തരം അന്വേഷണങ്ങൾ ഇപ്പോൾ കൂടുതലായി ചെയ്യുന്നത് പാരമ്പര്യ മാധ്യമങ്ങളല്ല, നവമാധ്യമങ്ങളാണ്. പൗരസ്വാതന്ത്ര്യത്തിലും മതസ്വാതന്ത്ര്യത്തിലുമെല്ലാം ഇടിവുണ്ടായ കാലമാണ് മോദിയുടേത്. തെരഞ്ഞെടുപ്പിലടക്കം സർക്കാർ ഏജൻസി ഇടപെടൽ. മഞ്ജുളിൻ്റെ കാർട്ടൂണിൽ ബൂത്ത് പിടുത്തക്കാർക്ക് പണി ഇല്ലാതായത്രേ CBI, ED, മന്ത്രിമാർ, ഗവർണർമാർ, ഇലക്ഷൻ കമ്മീഷൻ എന്നിവർ കാരണം. ഭരണഘടനാ സ്ഥാപനങ്ങളും ഭരണ സംവിധാനങ്ങളും സർക്കാരിന് വിധേയമാകുന്ന സ്ഥിതി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമനം തന്നെ സർക്കാരിൻ്റെ വരുതിയിലാക്കി. നിയമന സമിതിയിൽ നിഷ്പക്ഷ അംഗം വേണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടും മുമ്പുണ്ടായിരുന്ന ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കി. വോട്ടർ പട്ടിക മുതൽ വോട്ടെണ്ണൽ വരെ എല്ലാം സർക്കാരിന് സ്വന്തം താൽപ്പര്യപ്രകാരം വളച്ചെടുക്കാവുന്ന അവസ്ഥ. ഇതെല്ലാം തിരുത്തിക്കാനുള്ള ശേഷി ജുഡീഷ്യറിയിലും കുറഞ്ഞു വരുന്നു. പിന്നെ മാധ്യമങ്ങളുടെ കാര്യം. സർക്കാരുമായി ചങ്ങാത്തത്തിലുള്ള കോർപ്പറേറ്റ് ഭീമന്മാർ മാധ്യമങ്ങൾക്ക് മേൽ പിടിമുറുക്കി തുടങ്ങി. 2019 ആയപ്പോഴേ അംബാനിയുടെ റിലയൻസിൻ്റെ കീഴിൽ 72 ചാനലുകളായി. 80 കോടി ഇന്ത്യക്കാരിലേക്ക് എത്തുന്ന ചാനലുകൾ. 2022ഓടെ NDTVയുടെ ഉടമസ്ഥത അദാനിയുടെ കയ്യിലുമായി. ഒരു പ്രമുഖ സ്വതന്ത്ര ചാനലിൻ്റെ ചരമം. ഇപ്പോൾ പ്രമുഖ വാർത്താ ഏജൻസിയായ IANSഉം അദാനിക്ക് കീഴിലായി. വാർത്താവിനിമയത്തിനു മേൽ കോർപ്പറേറ്റ് ആധിപത്യം ശക്തിപ്പെടുന്ന മുറയ്ക്ക് ജനങ്ങളുടെ ശബ്ദമാണ് കേൾക്കാതാവുക. കോർപ്പറേറ്റുകളും സമ്പന്ന കുടുംബങ്ങളും ഇന്ത്യയിലെ മാധ്യമങ്ങളെ ഒട്ടുമുക്കാലും സ്വന്തമാക്കി. ഗൗരവപ്പെട്ട വാർത്തകളുടെ ഇടം ചുരുങ്ങി. ജനകീയമെന്ന് കരുതിയിരുന്ന സമൂഹ മാധ്യമങ്ങളിലാകട്ടെ സർക്കാർ വക സെൻസറിങ് കൂടി വരുന്നു. ഏഷ്യൻ ന്യൂസ് ഇന്റർനാഷണൽ ANI എന്ന വാർത്താ ഏജൻസി മുമ്പേ മോദി കീർത്തനം ശീലമാക്കിയിരുന്നു. മോദിയുടെ വിദേശയാത്ര സംബന്ധിച്ച ANI കവറേജിൽ നിന്ന് അല്പം.
ഒരു ഭാഗത്ത് സർക്കാർ പക്ഷ മാധ്യമ ഭീമന്മാരും ഏജൻസികളും, മറുപക്ഷത്ത് ശബ്ദം കേൾപ്പിക്കാൻ വല്ലപ്പോഴും ഇറങ്ങുന്ന ജനപക്ഷ കൂട്ടായ്മകൾ. കോക്രോച്ച് പാർട്ടിയുടെ നേതാവ് അഭിജിത്ത് ദിപ്കെ ഗോദി മീഡിയയോട് സംസാരിക്കില്ല എന്ന് ശപഥം ചെയ്തയാളാണ്. These young people have come together, they've expressed that they're unhappy with things and they need time now to figure out what they want to be. So the weaknesses of the Cockroach Janata Party trend, first, it's a trend, right? And trends don't last, right? The internet moves on primarily because everybody's attention span is literally 2 seconds now. There needs to be a proper plan in place, an objective in place, and it can't be the one that they have online right now because it is satire. ഇന്ത്യൻ സമൂഹത്തിൽ ജനങ്ങളുടെ ശബ്ദം അമർത്തപ്പെടുന്നതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് ന്യൂസ് ക്ലിക്കിനെതിരായ കേസ്. ജനതാൽപര്യം അടിച്ചൊതുക്കപ്പെടുമ്പോഴും ഉയരുന്ന മറ്റൊരു സ്വരമുണ്ട്, വിദ്വേഷത്തിൻ്റെ സ്വരം. കഴിഞ്ഞ 12 വർഷങ്ങളിൽ അത് പടർന്ന് ഉച്ചത്തിലായി, അധികാരം നിലനിർത്തുന്നതിൽ നിർണായകമായി. ഗൗരവമേറിയ പല വിദ്വേഷ പ്രചാരണങ്ങളും സർക്കാരിൻ്റെ കേസ് നടത്തിപ്പിലെ പാളിച്ച മൂലം തള്ളിപ്പോയതായി ലൈവ് ലോ റിപ്പോർട്ട് ചെയ്തു. ലവ് ജിഹാദ്, കൊറോണ ജിഹാദ്, UPSC ജിഹാദ് തുടങ്ങിയവയുടെ ഉറവിടം വർഗീയപക്ഷം മാത്രമാണെങ്കിലും അത് പരക്കെ പടർന്നു. നിരത്തിൽ അടിച്ചു കൊല്ലുന്നതടക്കം ഗുണ്ട കൊലകളിലേക്ക് അത് നയിച്ചു. ഇക്കഴിഞ്ഞ ആഴ്ചകളിലൊന്നിൽ 5 ദിവസത്തിനകം 3 പേരെ, അലി ഖാൻ, അർബാസ്, ഷഹസാദ് അലി എന്നിവരെ ഗുണ്ടകൾ തല്ലിക്കൊന്നു. കുറ്റവാളികൾ പിടിക്കപ്പെടാതെ ശിക്ഷിക്കപ്പെടാതെ പോകുമ്പോഴും ലിഞ്ചിങ്ങിനെ പറ്റി റിപ്പോർട്ട് ചെയ്യുന്നവരെ കേസിൽ കൊടുക്കുകയാണ്. ജേർണലിസ്റ്റ് മീർ ഫൈസൽ ഉദാഹരണം. പോയ വർഷങ്ങളിൽ വിദ്വേഷ പ്രസംഗങ്ങൾ വർദ്ധിച്ചു വരുന്നതായി ഇന്ത്യ ഹെയ്റ്റ് ലാബ് റിപ്പോർട്ട്. വിഷം വമിക്കുന്നവരെ തടയാനോ ശിക്ഷിക്കാനോ സർക്കാർ തയ്യാറാകുന്നില്ല. മോദിക്ക് കീഴിൽ ഭരണ സംവിധാനങ്ങൾ വിദ്വേഷത്തെയും ധ്രുവീകരണത്തെയും വെച്ച് പൊറുപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്, പ്രധാനമന്ത്രി മുതൽ വിദ്വേഷ പ്രചാരണത്തിന് പിന്തുണ നൽകുന്നുമുണ്ട്. ദ കേരള സ്റ്റോറി എന്ന ചലച്ചിത്രത്തിന് പ്രധാനമന്ത്രി പ്രശംസയും പ്രചാരവും നൽകി. BJP സർക്കാരുകൾ നികുതി ഇളവ് നൽകി. വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാനും പ്രചരിപ്പിക്കാനും സർക്കാർ സംവിധാനങ്ങൾ നിർലജ്ജം ഉപയോഗിക്കപ്പെട്ടു. വെറുപ്പ് പരത്തുന്നത് തടയാനല്ല അധികാരികൾ ശ്രമിച്ചത്. നാട്ടിലെ ഹിംസ മാത്രമല്ല പ്രശ്നം. US, യൂറോപ്യൻ യൂണിയൻ എന്നിവ അടക്കം വിദേശങ്ങളിൽ ഇന്ത്യയുടെ പ്രതിച്ഛായയെ ഇതെല്ലാം ബാധിച്ചു. മനുഷ്യാവകാശ സംഘടനകൾ ഇന്ത്യൻ സർക്കാർ വംശീയ വിദ്വേഷത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി. വിദ്വേഷ പ്രചാരണ പരിപാടി യൂണിയൻ സാംസ്കാരിക വകുപ്പ് സ്പോൺസർ ചെയ്യുക പോലും ചെയ്യുന്നു. കഴിഞ്ഞ വർഷം ഇന്ത്യയിലുണ്ടായത് മുൻ വർഷങ്ങളിലേതിനേക്കാൾ 10 മടങ്ങ് കൂടുതൽ വിദ്വേഷ പ്രസംഗം, കൂടുതലും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ. തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വലതുപക്ഷവും ഇടതുപക്ഷവും വംശീയതയെ ഉപയോഗിക്കുന്ന അവസ്ഥ. നാസി ജർമ്മനി അനുഭവിച്ച അതേ വിദ്വേഷഘട്ടമാണ് ഇതെന്ന് വംശഹത്യാ പണ്ഡിതർ പറയുന്നു. വലിയ നുണ തന്നെ പറയുക, നുണ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുക, അർദ്ധസത്യവും അസത്യവും സത്യവും കലർത്തുക, അങ്ങനെ അത് സമൂഹത്തിൽ സ്വീകാര്യമാക്കുക. ഇതെല്ലാം മോദി ഭരണത്തിൽ വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുന്നു. മനുഷ്യാവകാശ ധ്വംസനം, അതിനു പുറമെ മറുവശത്ത് കുറ്റവാളികളെ ശിക്ഷിക്കാതിരിക്കൽ, ഇത് രണ്ടും വർദ്ധിക്കുകയാണ്. പൗരാവകാശ ധ്വംസനത്തിനെതിരെ പ്രതിഷേധിച്ചാൽ വിചാരണയോ ജാമ്യമോ ഇല്ലാത്ത തടവ് ശിക്ഷയുണ്ടിവിടെ. എന്നാൽ ശിക്ഷിക്കാൻ വിധിക്കപ്പെട്ട കുറ്റവാളികൾക്ക് പരോളും ശിക്ഷാ ഇളവും യഥേഷ്ടം. വിയോജിക്കുന്നത് ശിക്ഷാർഹമായ കുറ്റമായിരിക്കുന്നു. സമൂഹ മാധ്യമങ്ങളിലേക്ക് വരെ നീളുന്ന സെൻസർഷിപ്പ്, സിനിമകളിലൂടെ സമൂഹ മാധ്യമങ്ങളിലൂടെ ബോധപൂർവം വിദ്വേഷ പ്രചാരണം. മോദിക്ക് കീഴിൽ ഭരണ സംവിധാനങ്ങൾ തകർക്കപ്പെടുകയാണ് എന്ന് പഠനങ്ങൾ. ഫെഡറലിസവും ബഹുസ്വരതയും തകർക്കപ്പെടുകയാണ്. മോദിയുടെ റെക്കോർഡ് ഭരണത്തിൻ്റെ മോശം വശങ്ങൾ നിസ്സാരമേയല്ല. ധ്രുവീകരണവും ഭരണത്തകർച്ചയും രാജ്യത്തെ തളർത്താൻ പോകുന്നത്ര വലുതാണ്.